നമ്മുടെ ഫാക്ടറിയിൽ സ്റ്റീൽ വിൻഡോസ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇത് ടാറ്റ GI ഷീറ്റുകളാണ്. ഈ ഷീറ്റ് വെച്ചിട്ട് നിങ്ങളിപ്പോൾ ഈ കാണുന്ന മെഷീന് ഓട്ടോമേറ്റഡ് കട്ടിങ് മെഷീനാണ്, കട്ടിങ് ആൻഡ് ബെൻഡിങ് മെഷീനാണ്. ഇതിലാണ് നമ്മൾ ഇതുപോലുള്ള ഫ്രെയിമുകളൊക്കെ ബെൻഡ് ചെയ്ത് ഷേപ്പാക്കി എടുക്കുന്നത്, നമുക്ക് വേണ്ട അളവിൽ ബെൻഡ് ചെയ്തെടുക്കുന്നത്. പിന്നെ അതുപോലെ ഗ്രിൽസിന് കൊടുക്കുന്ന ഹോൾസ് കാര്യങ്ങളെല്ലാം CNC ലേസർ കട്ടിങ് മെഷീനാണ്. ഫുൾ കമ്പ്യൂട്ടറൈസ്ഡ് ഓട്ടോമേറ്റഡ് മെഷീൻസാണ് നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നത്. ഫ്രെയിംസ് എല്ലാം കട്ട് ചെയ്ത് വെൽഡ് ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ജോയിൻ്റ് ഫില്ലിംഗ് ആണ്. ജോയിൻ്റ് ഇതുപോലെ മെറ്റൽ പുട്ടി വെച്ച് ഫില്ല് ചെയ്ത് അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പെയിൻറ്റിങ്ങിലോട്ടും അതേപോലെ അതിൽ വരുന്ന ഗ്രിൽ വർക്കിലോട്ടും പോകുന്നത്. ഇതിൽ ഗ്രിൽസ് ചെയ്യുന്നത് പലതും പല രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് സോളിഡ് റാഡാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇത് സോളിഡ് റാഡാണ്. അതേപോലെ നോർമൽ 3/4 സ്ക്വയർ ട്യൂബുകൾ ചെയ്യാൻ കഴിയും. ഇത് സോളിഡ് അല്ല, ഹോൾസ് വരുന്നതാണ്. ഏത് ടൈപ്പിലും ഗ്രിൽസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു ഐറ്റം കാണാം. ഇത് സോളിഡ് റാഡാണ്. അത് അതിൻ്റെ സൈസ് കുറവാണ്, 1/2 ഇഞ്ച് സോളിഡ് റാഡാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് 3/4 ഇഞ്ച് സൈസിലുള്ള സോളിഡ് റാഡുകളാണ്. അപ്പോൾ ഇത് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ ഗ്രൈൻഡിങ് ആണ്. ഗ്രൈൻഡിങ് പ്രോസസ്സ് കഴിഞ്ഞ ശേഷമാണ് ഈ പുട്ടി ജോയിൻറ്റ് ഫില്ലിങ്ങും അത് ബഫിങ് ആയിട്ടുള്ള ഒരു ഇത് വരുന്നത്. അതേസമയം തന്നെ ഇവിടെ അതിൻ്റെ ജനൽ ഷട്ടറുകളുടെ വർക്കുകളും ഇവിടെ നടക്കുന്നുണ്ട്. ജനൽ ഷട്ടർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് 2 രീതിയിൽ ഷട്ടർ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരു വുഡൻ ഷേപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് ഒരു കർവ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അല്ലാത്ത രീതിയിലുള്ള സ്ക്വയർ നോർമൽ നമ്മളെ സ്ക്വയർ ഷട്ടർ ഇപ്പോൾ ഇവിടെ കാണാം. ഇത് ഒരു ഡിസൈൻ രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നോർമൽ സ്ക്വയർ രീതിയിലുമാണ് കൊടുത്തിട്ടുള്ളത്. 2 രീതിയിലും നമുക്ക് സ്ക്വയർ ഷട്ടർ കാണാൻ കഴിയും. ഇതിന് ശേഷം പിന്നീട് നമ്മൾ ഡയറക്റ്റ് പോകുന്നത് ബഫിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പെയിൻറ്റിങ് സെക്ഷനിലോട്ടാണ്. പെയിൻറ്റിങ് സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പ്രൈമർ ഫിനിഷാണ് ചെയ്യുന്നത്. പ്രൈമർ ഫിനിഷിൽ തന്നെ ഇതിൽ പെയിൻറ്റ് ബൂത്തിൽ വെച്ചിട്ടാണ് നമ്മളത് പെയിൻറ്റ് ചെയ്യുന്നത്. പെയിൻറ്റ് ബൂത്തിൽ വെച്ച് പെയിൻറ്റ് ചെയ്തതിന് ശേഷം അത് സ്പ്രേ പെയിൻറ്റ് ടച്ച് ചെയ്യുന്നതും കൂടെയുണ്ട്. ഇത് പ്രൈമർ ഫിനിഷ് കഴിഞ്ഞ വിൻഡോസാണ്. ഇതെല്ലാം ഡ്രൈ ആവാനായിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ സെക്ഷനിൽ. ഇതെല്ലാം വർക്കെല്ലാം കഴിഞ്ഞ് ഇത് ലോഡ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന വിൻഡോസാണ്. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളുടെ ഫിനിഷിങ് എത്രത്തോളമാണെന്നുള്ളത്. നല്ല ഫിനിഷിങ്ങിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ മിഗ് വെൽഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അതേപോലെ നമ്മളുടെ പ്രൈമർ ഫിനിഷിങ് പെയിൻറ്റ് ബൂത്തിലാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മളെ ജോയിൻറ്റ് ഫില്ലിങ് പക്ക പെർഫെക്റ്റ് ആയിട്ട് ബഫ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതിൻ്റെ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് കാണാൻ കഴിയും.